അപ്പൊ ഇന്ന് സെപ്റ്റംബർ 1 ഞായറാഴ്ചയാണ്. ഇന്നത്തെ ദിവസത്തിന് പ്രത്യേകത അറിയോ? നമ്മുടെ ഗോട്ടിന്റെ ബുക്കിംഗ് ഇന്നാണ് ഓപ്പൺ ആവുന്നത്. ഇന്ന് 11 മണിക്കാണ് ഓപ്പൺ ആവുന്നത്. പക്ഷെ ഇപ്പൊ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ പല തിയേറ്ററുകളിലും ഓൺലൈൻ ബുക്കിംഗ് സ്റ്റാർട്ട് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പ്രധാനമായിട്ടും നോക്കാനായിട്ട് പോകുന്നത് നമ്മുടെ തൃശ്ശൂർ രാഗം തിയേറ്ററും അതുപോലെ തന്നെ ട്രിവാൻഡ്രം ഏരീസ് ഫ്ലക്സ് തിയേറ്ററും ആണ്. പക്ഷേ ഏരീസ് നമ്മളെ ചതിച്ചു ഗൈസ്. 11 മണിക്ക് ബുക്കിംഗ് എന്ന് പറഞ്ഞിട്ട് ഏരീസ് നേരത്തെ ബുക്കിംഗ് ഓപ്പൺ ആക്കിയിട്ടുണ്ട്. ഞാനിപ്പോൾ രാഗത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്. ബുക്ക് മൈ ഷോ അനങ്ങുന്നില്ല. ബുക്ക് ടിക്കറ്റ്സ് കൊടുത്തു കഴിഞ്ഞാൽ അനങ്ങുന്നില്ല. ഇപ്പോൾ കാണിച്ചു തരാം. പിന്നെ എടുത്തു പറഞ്ഞ കാര്യം എന്ന് വെച്ചാൽ 700-ന് മുകളിൽ തിയേറ്ററുകളിൽ ഈ ഒരു സിനിമ റിലീസ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ വളരെ എക്സൈറ്റഡ് ആണ്. ഇപ്പോൾ സമയം 10:59 AM ആയിട്ടുണ്ട്. ഇനി 1 മിനിറ്റും കൂടെ ഉള്ളൂ. നമുക്ക് തൃശ്ശൂർ രാഗത്തിലെ ഗോട്ടിന്റെ ബുക്കിങ്ങിന്റെ ആ ഒരു ഫാസ്റ്റ് എത്ര വേഗത്തിൽ ടിക്കറ്റ് ബുക്കായി തീരും എന്നുള്ള കാര്യം ഒന്ന് നോക്കാം കേട്ടോ. അപ്പം നേരെ ലാപ്പ് നമുക്കൊന്ന് കാണിക്കാം. ഇപ്പൊ കണ്ടല്ലോ 3,45,000 ആൾക്കാരാണ് ഇൻട്രസ്റ്റ് ആയിരിക്കുന്നത്. സമയം 11 മണി ആയിട്ടുണ്ട്. നമുക്ക് ബുക്ക് ടിക്കറ്റ്സ് കൊടുത്തു നോക്കാം. ബുക്ക് ടിക്കറ്റ്സ് കറങ്ങൂ 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 കറങ്ങൂ. ഇല്ല, അനങ്ങുന്നില്ല ഗൈസ്, അനങ്ങുന്നില്ല. റിഫ്രഷ് അടിച്ച് നിൽക്കുകയാണ്. മുകളിൽ നോക്കി, യെസ് വന്നിട്ടുണ്ട്. യെസ്. അപ്പോ എവിടെ നമ്മുടെ രാഗം? എവിടെ രാഗത്തിന് മൊത്തം 1 2 3 4 5 ഇതെന്താ നോട്ടിഫിക്കേഷൻ ഒക്കെ ഇടയ്ക്ക് കയറി വന്നിരിക്കുന്നത്? ഓക്കെ, 5 ഷോ ആണ് വന്നിരിക്കുന്നത്. രാവിലെ 7:30 രാഗത്തിൽ ഫസ്റ്റ് ഷോ സ്റ്റാർട്ട് ചെയ്യുന്നത്. നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കാം എന്താ അവസ്ഥ എന്നുള്ളത്. ഓക്കെ, ഇത്രയും ടിക്കറ്റ് ബുക്കായി പോയിട്ടുണ്ട്. എന്റെ മോനെ, ഈ ഒരു സമയം കൊണ്ട് നിങ്ങൾ കണ്ടല്ലോ, ഈ 1 മിനിറ്റ് കൊണ്ട് ഇപ്പൊ അവിടെ കൗണ്ടറിലും ബുക്കിംഗ് സ്റ്റാർട്ടായി കാണും. വേറെ ലെവൽ ബുക്കിംഗ് ആണ്. നമുക്ക് ഇടയ്ക്കിടയ്ക്ക് റിഫ്രഷ് അടിച്ച് നോക്കാം കേട്ടോ. അപ്പോൾ 11 മണിയുടെ ഷോയുടെ അവസ്ഥ എന്താണ്? 11 മണിയുടെ അവസ്ഥ ഇതാണ്. ഇത്രയും ടിക്കറ്റ്സ് ഇപ്പോൾ ബുക്കായിട്ടുണ്ട്. ഇപ്പൊ സമയം 11:01 ആയിട്ടുണ്ട്. ഓക്കെ, ഇനി 2:30 ഷോയുടെ അവസ്ഥ നോക്കുവാണെങ്കിൽ ഇത്രയും ടിക്കറ്റ് ബുക്കായി പോയിട്ടുണ്ട്. ഇനി 6:15 ടിക്കറ്റ് വേണ്ടവർ ഈ ഷോകളൊക്കെ സെലക്ട് ചെയ്യുന്നതായിരിക്കും ബെറ്റർ. കാര്യം ഈ ടിക്കറ്റുകളൊക്കെ നിങ്ങൾക്ക് കിട്ടാൻ സാധ്യതയുള്ളൂ. 6:15 അത്യാവശ്യം ബുക്കിംഗ് ആയിട്ടുണ്ട്. പിന്നെ 10 മണിയുടെ കാര്യം നോക്കുവാണെന്നുണ്ടെങ്കിൽ ഇത്രയും ടിക്കറ്റ് ബുക്കായി പോയിട്ടുണ്ട്. ഓക്കെ, ഇനി നമ്മൾ നേരെ തിരിച്ചു പോകുന്നത് 7:30 ഷോയ്ക്കകത്താണ്. 7:30 നോക്കട്ടെ. 7:30 കണ്ടല്ലോ, ഇത്രയും ടിക്കറ്റ് ബുക്കായിട്ടുണ്ട്. ഓക്കെ, സമയം ഇപ്പോൾ 11:01 തന്നെ നിൽക്കുവാണേ. ഇനി നമ്മൾ നേരെ നമ്മുടെ ഏരീസിൽ നോക്കാം. ഏരീസിന്റെ പേടിഎം ആണ് കേട്ടോ. അപ്പം ഓപ്പൺ ചെയ്യുകയാണ്. യെസ്, ഡേറ്റ് സെലക്ട് ചെയ്ത് കൊടുക്കാം. സെപ്റ്റംബർ 5. അപ്പം നമ്മൾ നേരെ താഴേക്ക് പോകുന്നു. എൻ്റെ അളിയ എസ്കെഎമ്മിന്റെ ഷോ നിങ്ങൾ നോക്കിയേ. ഇത് നമുക്ക് സെപ്പറേറ്റ് ഒരു വീഡിയോ ചെയ്യേണ്ടി വരും. ഇഷ്ടം പോലെ ഷോ ഉണ്ട് എസ്കെഎമ്മിൽ. ഓക്കെ, ഏരീസിൽ ഇപ്പോൾ എത്ര ഷോ ഇട്ടേക്കുന്നത്? 1 2 3 4 5 10 15 20 24 ഷോ ആണ് ഏരീസിൽ ഇട്ടിരിക്കുന്നത്. എൻ്റെ അളിയ വേറെ ലെവല്. ഇതിൽ തന്നെ 4 മണിക്കാണ് ഏരീസിൽ ഫസ്റ്റ് ഷോ സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ 4 മണി ഷോ നമ്മൾ ഓപ്പൺ ചെയ്യാൻ. എൻ്റെ മോനെ, നിങ്ങളിത് നോക്കിയ വേറെ ലെവല് ബുക്കിംഗ്. അതെ, ഫുള്ള് ഹൗസ് ഫുള്ള്. ഇതിനകത്ത് ഏതെങ്കിലും ഒരു ടിക്കറ്റ് ബാക്കിയുണ്ടോ? ഇല്ല, ഫുൾ ഹൗസ് ഫുള്ളായി പോയി ഗൈസ്, ഹൗസ് ഫുൾ. ഇനി നമുക്ക് അടുത്ത ഷോ ഓറഞ്ച് കത്തി നിൽക്കുവാണേ. അത് വേറെ ഓടിയാണ് കേട്ടോ. എൻ്റെ അളിയ നോക്കിയേ, അത് ഹൗസ് ഫുൾ അല്ലേ? ഒരു സീറ്റെങ്കിലും എവിടെങ്കിലും ഒക്കെ ബാക്കിയുണ്ടോ? ഇല്ല ഇല്ല, അതും കാലി. എൻ്റെ അളിയ ഇനി അടുത്ത 4 മണി ഷോ നോക്കാം. അതും ഫുള്ള്. നോക്കിയേ, കണ്ടോ? നമുക്ക് ടിക്കറ്റിൻ്റെ അവിടെ കൊണ്ട് ചെല്ലുമ്പോഴത്തേക്ക് നമുക്ക് അവിടെ ബ്ലോക്ക് ആയിട്ടാണ് കാണിക്കുന്നത്. അപ്പോൾ ഇല്ല, നോക്കിയേ, എല്ലാം ഫുള്ളായി പോയി. ഇനി അടുത്ത ഒരു 4 മണി ഷോ, അതിനകത്ത് എന്തെങ്കിലും ഇല്ല, അതും ബുക്കായി പോയിട്ടുണ്ട്. എൻ്റെ മോനെ, നോക്ക് നിങ്ങൾ, ഒരു സീറ്റ് കൂടി നമുക്ക് ബുക്ക് ചെയ്യാൻ പറ്റുന്നില്ല. എല്ലാം ബുക്കായി പോയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ കണ്ടല്ലോ, 4 മണിയുടെ 4 ഷോയും ബുക്കായി പോയിട്ടുണ്ട്. ഇനി അടുത്തത് 8 മണി ഷോയ്ക്ക് എന്തെങ്കിലും 8 മണി ഷോയ്ക്ക് ഇവിടെ ഏറ്റവും ലാസ്റ്റിൽ ഒരു 3 സീറ്റ് ബാക്കിയുണ്ട്. ബാക്കി എന്തെങ്കിലും നോക്കുവാണെന്നുണ്ടെങ്കിൽ ഇവിടെ 2 സീറ്റ്. ഈ 5 സീറ്റാണ് 8 മണി ഷോയുടെ അവസ്ഥ. എൻ്റെ അളിയോ, ഏരീസിൽ വേറെ ലെവൽ ബുക്കിംഗ്. 8 മണിക്ക് എത്ര ഷോ ഉണ്ട്? 1 2 3 4 ഷോ 8 മണിക്ക് വന്നേക്കുന്നത്. ഓക്കെ, ഇനി അതൊക്കെ വിട്ടുമല്ലോ. ഉച്ചയ്ക്ക് കാണാൻ നോക്കാം. ഉച്ചയ്ക്ക് വൈകിട്ട് 4 മണി ഷോയ്ക്ക് അത് എന്താ അവസ്ഥ? എന്താണ് ബുക്കിങ്ങിന്റെ അവസ്ഥ? 4 മണി ഷോ, അതും ചെറിയ ഏതോ ഓടിയിലെങ്ങാണ്ടാണ് അവർ ഇട്ടേക്കുന്നത് കേട്ടോ. എനിക്ക് തോന്നുന്നത് അവിടുത്തെ ഓടി 2 എങ്ങാണ്ടാന്ന് തോന്നുന്നു. അതിനകത്ത് ഉണ്ട് 4-5 പേര് ബുക്ക് ചെയ്തിട്ടുണ്ട്. അപ്പം 4 മണിയുടെ ഇത് 4K ഡോൾബി അറ്റ്മോസ് ആണ്. ഓക്കെ, നിങ്ങൾക്ക് ഏരീസിൽ കാണണമെന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു ഈ 4 മണി ഷോ ഒക്കെ എടുത്താലേ പറ്റത്തുള്ളൂ. പക്ഷേ അതും നമ്മുടെ ഓഡി 1 നോക്കുകയാണെങ്കിൽ ഇത് 4 RGB 4K അറ്റ്മോസ് ആണ്. ഓഡി 1 ആണ്. അപ്പോൾ ഇതിന്റെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ അളിയ അതുമൊക്കെ ഓൾമോസ്റ്റ് ഫുൾ ആയിട്ടുണ്ട്. ഇതൊക്കെ ഇപ്പം ബുക്കായി പോകാം കേട്ടോ. ഇപ്പോൾ സമയം 11:05 ആയിട്ടുണ്ട്. 5 മിനിറ്റ് ആയിട്ടേ ഉള്ളൂ. എൻ്റെ അമ്മോ. അപ്പോൾ ഇനി നമുക്ക് വീണ്ടും നമ്മുടെ രാഗത്തിന്റെ 7 മണിയുടെ ഷോയുടെ അവസ്ഥ ഒന്ന് റിഫ്രഷ് അടിച്ച് നോക്കാം. എന്താണെന്ന് നോക്കാം, എന്തായിരിക്കും ബുക്കിങ്ങിന്റെ അവസ്ഥ ഒന്നുകൂടെ നോക്കാം. രാഗം 7:30 കണ്ടല്ലോ, ഫില്ലിംഗ് ഫാസ്റ്റ്. എന്താണ് അവസ്ഥ നോക്കട്ടെ. രാഗം കട്ടയ്ക്ക് ബുക്കായിക്കൊണ്ടിരിക്കുകയാണ്. കണ്ടല്ലോ, ഇവിടെ സീറ്റ് ബാക്കിയുണ്ട്. പിന്നെ നേരെ താഴേക്ക് പോകുമ്പോൾ ഇവിടെ ബാക്കിയുണ്ട്. ഇത്രയാണ് ഇപ്പോൾ രാഗത്തിന്റെ ഒരു അവസ്ഥ എന്ന് പറഞ്ഞു കേട്ടോ. ഏരീസ് മുമ്പേ ബുക്കിംഗ് ഓപ്പൺ ആക്കിയോണ്ടാണ് തോന്നുന്നു കേട്ടോ. അപ്പോൾ അതിന്റെ ഒരു അഡ്വാൻറ്റേജ് അതിനകത്ത് കാണാനുണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് അവസ്ഥ.
ഈ ഷോ ഒക്കെ ഉണ്ടല്ലോ, ഈ വെളുപ്പിന് 4 മണി ഷോ ഒക്കെ ഉണ്ടല്ലോ, അതൊക്കെ വേറെ ലെവലിൽ ബുക്കായി പോയിട്ടുണ്ട് കേട്ടോ. എല്ലാം ഹൗസ് ഫുള്ള്. എൻ്റെ മോനെ ഒരു സീറ്റ് പോലും ബാക്കിയില്ലാത്ത അവസ്ഥ. വേറെ ലെവൽ കേട്ടോ, ഒന്നും പറയാനില്ല. അപ്പോൾ നിങ്ങൾ കണ്ടല്ലോ, ഇതാണ് അവസ്ഥ. എനിക്ക് തോന്നുന്നു ഏരീസിൽ നേരത്തെ അവർ ബുക്കിംഗ് ഓപ്പൺ ആക്കിയതുകൊണ്ട് എല്ലാ ഷോയും ഓൾമോസ്റ്റ് വെളുപ്പിനുള്ള 4 മണി 8 മണി ഷോ എല്ലാം ഓൾമോസ്റ്റ് അല്ല ഹൗസ്ഫുള്ളായി പോയിട്ടുണ്ട്. രാഗത്തിൽ ഇനി സമയമുണ്ട് കേട്ടോ. സാധാരണ നമ്മൾ രാഗത്തിൽ 11 മണിക്ക് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ സെർവർ ഡൗൺ, സെർവർ എറർ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ കാണിക്കാറാണ് പതിവ്. ഇതിപ്പോൾ എന്താണ് സംഭവം എന്ന് അറിയത്തില്ല. ഇപ്പോൾ എന്തായാലും 11:07 ആയിട്ടുണ്ട്. ഇതുവരെ ആയിട്ടും ഹൗസ്ഫുൾ ആയിട്ടില്ല രാഗം. അപ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ ഹൗസ്ഫുൾ ആവും. അത് നിങ്ങൾ ആലോചിച്ച് നോക്കി, ബുക്കിംഗ് ഓപ്പൺ ആക്കി വെറും 7 മിനിറ്റ് കൊണ്ട്. ഏരീസിൽ ഇനിയിപ്പം രാവിലെ കാണാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് കാണാൻ പറ്റത്തില്ല എന്ന് തന്നെ പറയാം. കാര്യം ടിക്കറ്റ് ഇല്ല, എല്ലാം ഹൗസ്ഫുൾ ആയി പോയി ഗൈസ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഗോട്ടിന്റെ അവസ്ഥ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, നമ്മൾ എത്ര കാലമായി ഇതുപോലൊരു ബുക്കിംഗ് ഒക്കെ ഒന്ന് കണ്ടിട്ട്. അതായത് ഇത്രയും കട്ട ബുക്കിംഗ്, അതായത് 700-ന് മുകളിൽ റെക്കോർഡ് സ്ക്രീനിങ് ആണ് നമ്മുടെ ഗോട്ടിന് വന്നേക്കുന്നത്. അതും നമ്മുടെ കൺമുന്നിലാണ് ഇപ്പോൾ ഇതൊക്കെ നടക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത്രയധികം പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും ഈ ഒരു സമയത്തും തിയേറ്റർ ഹൗസ്ഫുൾ ആയിട്ട് ഓടുകയാണ്.